രാത്രി തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് യുവാവിനെ കുത്തിക്കൊന്ന കേസിൽ വിദ്യാർത്ഥികൾ ലഹരിക്ക് അടിമകളെന്ന് പോലീസ്. കുട്ടികൾ പരസ്യമായി കഞ്ചാവ് ഉപയോഗിച്ചത് കൊല്ലപ്പെട്ട ലിവിൻ ചോദ്യം ചെയ്തതാണ് പ്രകോപിച്ചതിന് കാരണം. 14 വയസ്സുള്ള മുഖ്യപ്രതി സഹപാഠിയെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് സ്കൂളിൽ നിന്നും പുറത്തായതാണ്. പുതുവത്സര രാത്രിയിൽ തൃശൂർ നഗരത്തെ ഒന്നാകെ നടുക്കുന്ന സംഭവമാണ് തേക്കിൻകാട് മൈതാനത്ത് നടന്നത്. 14ഉം 16ഉം വയസ്സുള്ള വിദ്യാർത്ഥികൾ ചേർന്നാണ് 30 വയസ്സുകാരനായ ലിവിൻ ഡേവിസിനെ കുത്തിക്കൊന്നത്. പരസ്യമായി കഞ്ചാവ് വലിച്ചിരുന്ന വിദ്യാർത്ഥികളെ ചോദ്യം ചെയ്തതാണ് ലിവിനും സുഹൃത്തും. വാക്കുതർക്കത്തിനൊടുവിൽ കയ്യിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് 14 വയസ്സുകാരനായ മുഖ്യപ്രതി ലിവിനെ കുത്തുകയായിരുന്നു. 2 പെൺകുട്ടികൾ അതിലിങ്ങനെ വാസി, ഒരു 18 വയസ്സുള്ള കുട്ടികൾ ഇങ്ങനെ വാസ് ചെയ്തു. അപ്പോൾ ഇച്ചിരി കഴിഞ്ഞപ്പോൾ അത് ഇരുട്ടായി, ആ കുട്ടികൾ വരേണ്ട സമയം കഴിഞ്ഞു പോയി. അപ്പോൾ ഞങ്ങൾ പോയോട് നോക്കുമ്പോൾ വേറെ 2 ആൺകുട്ടികൾ അപ്പുറം ഇരിപ്പുണ്ട്, ആ പെൺകുട്ടികൾ അവിടെ ഇല്ല. അപ്പോൾ അവരോട് ചോദിച്ചാൽ എന്താ ഇവിടെ ഇരിക്കുന്നത്, ഇവിടെ ഇരിക്കാൻ പാടില്ല, ഇത് നല്ല സ്പോട്ടല്ല, ഇവിടെ സ്ക്വാഡുകാർ വരും, കാരണം അതുപോലെ ഇവിടെ ഭയങ്കര ഡേഞ്ചർ ഒരു ഏരിയ ആണ്, വെട്ടയില്ല, വെളിച്ചില്ല. അപ്പോൾ അവരോടത് പറയുമ്പോൾ അവരെന്തോ വേറെ ഹോസ്റ്റൽ അപ്പം പറഞ്ഞു ഇവിടെ നിൽക്കാൻ പാടില്ല, അപ്പോൾ എന്ന് പറഞ്ഞ് ഞങ്ങളവരെ പറഞ്ഞു. അതിലൊരു പയ്യൻ ബ്ലാക്ക് ഇട്ട് ഒരു ഇതുള്ള പയ്യൻ തിരിഞ്ഞിട്ട് നീ അത്ര കായട അല്ലെങ്കിൽ എന്തോ അതുപോലെ ഒരു വാക്ക് ചോദിച്ചിട്ട് ഇതിങ്ങനെ എന്നിട്ട് ഓടി. അപ്പം ഞാൻ വിളിച്ചിട്ടാ എന്ന് പറഞ്ഞ് വിളിച്ച് ഞാൻ പുറകെ ചെല്ലുമ്പോൾ മാടാ നിനക്കും തരാടാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആളെന്നോട് പറഞ്ഞു എടാ എന്നെ കുത്തിയിടാന്ന് പറഞ്ഞു. ഞാൻ ആളെ പിടിക്കാൻ പോകുന്ന സമയത്ത് ഇവന്മാർ 2 പേരും ഓടി. ചോദ്യം ചെയ്യലിൽ വിദ്യാർത്ഥികളുടെ മൊഴിയിലെ വൈരുദ്ധ്യമാണ് പോലീസിന് സംശയം തോന്നിയത്. തുടർന്ന് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് 14 വയസ്സുള്ള മുഖ്യപ്രതിക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്ന് വ്യക്തമായത്. സഹപാഠിയെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയതിന് സ്കൂളിൽ നിന്നും പുറത്താക്കിയിരുന്നു. വിദ്യാർത്ഥികളെ ജുവനൈൽ ഹോമിലേക്ക് മാറ്റിയിട്ടുണ്ട്. കയ്യിൽ പുസ്തകവും പേനയുമായി നടക്കേണ്ട നമ്മുടെ കുട്ടികൾ ലഹരിക്കടിമപ്പെട്ട് കയ്യിൽ കത്തിയുമായി നടക്കുന്ന അവസ്ഥയിലേക്കാണ് ഇന്ന് സമൂഹം എത്തി നിൽക്കുന്നത്. നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി മാഫിയ പിടിമുറുക്കുന്നതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഭരണ സംവിധാനങ്ങൾക്കോ പൊതുസമൂഹത്തിനോ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ക്യാമറാമാൻ മനോജിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 തൃശൂർ. പുതുവത്സര ആശംസകൾ പറയാത്തതിനെ ചൊല്ലി തൃശൂരിൽ യുവാവിനെ കുത്തി പരിക്കേൽപ്പിച്ചു. ആറ്റൂർ സ്വദേശി ഷുഹൈബിനെയാണ് കാപ്പ കേസ് പ്രതി ഷാഫി ആക്രമിച്ചത്. പുതുവത്സര ആഘോഷങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന സുഹൈബ് ബസ് സ്റ്റോപ്പിലിരുന്ന ഷാഫിയുടെ സുഹൃത്തുക്കളോട് മാത്രമായി ആശംസകൾ പറഞ്ഞു. ഇതിന്റെ വൈരാഗ്യത്തിലാണ് കത്തി ഉപയോഗിച്ച് സുഹൈബിന്റെ ശരീരത്തിൽ 24 തവണ കുത്തിയത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച സുഹൈബ് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. പ്രതി ഷാഫിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വീട്ടിലേക്കുള്ള യാത്രക്കിടയിൽ കാണാതായ കോഴിക്കോട് എലത്തൂർ സ്വദേശിയായ സൈനികനെ കണ്ടെത്തി. ബംഗളൂരുവിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം വിഷ്ണുവിനെ കണ്ടെത്തിയത്. സാമ്പത്തിക പ്രയാസങ്ങൾ മൂലം നാട്ടിൽ നിന്നും താൽക്കാലികമായി വിട്ടുനിന്നതാണെന്ന് വിഷ്ണുവിന്റെ പ്രതികരണം. ഡിസംബർ 17-ന് നാട്ടിലേക്കുള്ള യാത്രക്കിടെയാണ് വിഷ്ണുവിനെ കാണാതായത്. അവധിക്ക് നാട്ടിലേക്ക് വരുന്നുണ്ടെന്ന് 16-ാം തീയതി അമ്മയെ ഫോണിൽ വിളിച്ചറിയിച്ചിരുന്നു. രാത്രിയായിട്ടും വീട്ടിലെത്താതിരിക്കുകയും ഫോണിൽ ബന്ധപ്പെടാൻ സാധിക്കാതിരിക്കുകയും ചെയ്തതോടെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. 11 ദിവസം നീണ്ട ഊർജിത അന്വേഷണത്തിനൊടുവിൽ ബംഗളൂരുവിൽ നിന്നാണ് അന്വേഷണ സംഘം വിഷ്ണുവിനെ കണ്ടെത്തിയത്. സാമ്പത്തിക പ്രയാസം മൂലം നാട്ടിൽ നിന്ന് മാറി നിന്നതാണെന്നും വിഷ്ണു. ചെറിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായപ്പോൾ മാറിക്കാൻ തീരുമാനിച്ചിരുന്നത്. അപ്പോൾ ബാംഗ്ലൂരും മുംബൈയിലായിട്ടായിരുന്നു. അല്ലല്ലോ, അല്ലാതെ എങ്ങനെ 15 ദിവസമായി നെഞ്ചിടിപ്പോടെ മകനെ കാത്തിരുന്ന വിഷ്ണുവിന്റെ മാതാപിതാക്കൾക്ക് പുതുവർഷ പുലരി സമാധാനത്തിനൊപ്പം സന്തോഷത്തിന്റേതും കൂടിയായിരുന്നു. അന്ന് കാണാതായതിനു ശേഷം പിന്നെ സ്വിച്ച് ഓഫ് ആണ്, പിന്നെ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. പിന്നെ ഇന്നലെയാണ് ഇപ്പോൾ ഒന്ന് സംസാരിച്ചത്. ഇപ്പോൾ തീർച്ചയായും നല്ല ആശ്വാസം. കാണാതായ ശേഷം വിഷ്ണു ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിക്കാത്തത് അന്വേഷണ സംഘത്തിന് പ്രതിസന്ധി സൃഷ്ടിച്ചു. മുംബൈ ഛത്രപതി ശിവജി ടെർമിനലിലെ ഉൾപ്പെടെ 1500ഓളം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. ബംഗളൂരുവിലെ ATMൽ നിന്നും പണം പിൻവലിച്ചത് അന്വേഷണത്തിൽ നിർണായകമായി. 17-ാം തീയതി പൂനെയിൽ വെച്ച് മിസ്സായിട്ടുള്ള നമ്മുടെ സോൾജർ കൂടായിട്ടുള്ള വിഷ്ണു എന്നയാളെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ബാംഗ്ലൂർ വെച്ച് നമ്മുടെ അന്വേഷണ സംഘം SI മുഹമ്മദ് സിയാദ്, അതുൽ, വൈശാഖ് എന്നിവയുടെ നേതൃത്വത്തിൽ ബാംഗ്ലൂരിൽ വെച്ച് ഇന്നലെ കണ്ടെത്തിയിട്ടുള്ളതാണ്. ഉണ്ടായ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഉപയോഗിച്ചിരുന്നില്ല എന്നതാണ്. പൂനെ ആർമി സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി ചെയ്യുന്ന വിഷ്ണു ബോക്സിംഗ് താരം കൂടിയാണ്. ന്യൂസ് 18 കോഴിക്കോട്.
നിമിഷപ്രിയയെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കാൻ സാധ്യമായ എല്ലാ നിയമപരമായ ശ്രമങ്ങളും നടത്തിവരികയാണെന്ന് ഭർത്താവ് ടോമി തോമസ്. ഇന്ത്യ യമൻ സർക്കാരുകളുടെ സഹായത്താൽ അമ്മയെ വീണ്ടും കാണാൻ കഴിയുമെന്ന് നിമിഷയുടെ മകൾ ഉറച്ചു വിശ്വസിക്കുന്നതായും ടോമി തോമസ് വ്യക്തമാക്കി. യമൻ പൗരന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടൽ നടത്തുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നു. നിമിഷപ്രിയ മോചിതയായി മടങ്ങിവരുമെന്ന പ്രതീക്ഷയിലാണ് ഭർത്താവ് ടോമി തോമസ്. തൻ്റെ മോൾക്ക് അമ്മയെ നേരിൽ കണ്ട ഓർമ്മയില്ല. ഫോട്ടോകൾ കാണിച്ചു കൊടുക്കും. വീഡിയോ കോളിൽ സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മകൾ അമ്മയുടെ സ്നേഹവും വാത്സല്യവും ആഗ്രഹിക്കുന്നു. നിമിഷപ്രിയ ഇന്ത്യയിലേക്ക് ഉടൻ തന്നെ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് മകൾ. സംഭവം നടന്നതോടെ താനും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായെന്നും ടോമി തോമസ് ന്യൂസ് 18 പറഞ്ഞു. ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സ്റ്റേജിലുള്ള അവസ്ഥയാണിപ്പം. അതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടായി എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി എല്ലാവരും സഹകരണവും പ്രതീക്ഷിക്കുന്നു. എല്ലാവരും അതിനെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓൾറെഡി എല്ലാവരും മീറ്റിംഗൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു അവസ്ഥയിൽ 2-3 ദിവസം മുമ്പുള്ള വാർത്ത അത് ദുഃഖിപ്പിക്കുന്നു, വേദനിപ്പിക്കുന്നതായി പോയി. നല്ലൊരു പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന സമയത്താണ് ഇങ്ങനെയൊരു ഇത് വന്നിരിക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ 1 മാസത്തിനുള്ളിലുള്ള കാര്യങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നല്ല ഹാർഡ് വർക്ക് ചെയ്ത് എല്ലാവരും ഇന്ന് പിന്നൊരുന്നൊന്നുമില്ല, എല്ലാവരും പല രാജ്യത്തുള്ളവരും ഇതിനകത്ത് ഉത്തരവാദപ്പെട്ടവരും കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്തുനിന്നും സംസ്ഥാന ഗവൺമെന്റ് ഭാഗത്തുനിന്നും അങ്ങനെ ഒരുപാട് ഉന്നതരായ ആൾക്കാരുടെ ഇടപെടൽ അതിശക്തമായിട്ട് തന്നെ എത്രയും പെട്ടെന്ന് ഉണ്ടാകുക. 2 വയസ്സിലാണ് മകൾ നിമിഷപ്രിയയെ പിരിയുന്നത്. ഇപ്പോൾ 10 വർഷങ്ങൾ പിന്നിട്ടു. 2017 കേസിനാസ്പദമായ സംഭവം. യമൻ പൗരൻ തലാൽ അബ്ദുമഹദിയാണ് കൊല്ലപ്പെട്ടത്. കേസിൽ വിചാരണ കോടതി വധശിക്ഷ വിധിച്ചു. പിന്നീട് യമൻ സുപ്രീം കോടതി അത് ശരിവെച്ചു. പ്രസിഡന്റ് റഷാദ് അൽ അലീമി ദയാഹർജി തള്ളിയതോടെ വധശിക്ഷ നടപ്പാകുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഇനി തലാലിൻ്റെ കുടുംബം മാപ്പ് നൽകിയാൽ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകും. അതിനുള്ള ശ്രമങ്ങൾ കുടുംബം നടത്തുന്നുണ്ട്. ആക്ഷൻ കൗൺസിലും രംഗത്തുണ്ട്. ശ്രമങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ടെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. തലാലിൻ്റെ കുടുംബം ബ്ലഡ് മണി ആവശ്യപ്പെട്ടാൽ അതു നൽകി മോചനം സാധ്യമാക്കാനുള്ള ശ്രമത്തിലാണ് എല്ലാവരും. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. പ്രശ്നബാധിതമായ മണിപ്പൂരിൽ പുതുവർഷത്തിലും ആക്രമണം തുടരുന്നു. പുലർച്ചെ ഇംഫാൽ വെസ്റ്റ് ജില്ലയിലെ കടക്ബന്ദ് മേഖലയിലാണ് ആക്രമണം റിപ്പോർട്ട് ചെയ്തത്. സായുധ സംഘം മലയോര മേഖലകളിൽ വെടിവെപ്പും ബോംബാക്രമണവും നടത്തി. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ കൂടുതൽ സുരക്ഷാ സേന അംഗങ്ങളെ സ്ഥലത്ത് വിന്യസിച്ചു. മണിപ്പൂരിലെ നിലവിലെ പ്രശ്നങ്ങളുടെ ഉത്തരവാദി കോൺഗ്രസ് ആണെന്ന് മുഖ്യമന്ത്രി എൻ ബീരേൻ സിംഗ്. പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിച്ചില്ല എന്ന് കോൺഗ്രസിന്റെ ആക്ഷേപത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് ചെയ്ത മുൻകാല പാപങ്ങൾ കാരണമാണ് മണിപ്പൂർ ഇന്ന് പ്രക്ഷുബ്ധമാകുന്നത്. ബർമീസ് അഭയാർത്ഥികളെ പാർപ്പിച്ചതും മ്യാൻമർ ആസ്ഥാനമായുള്ള തീവ്രവാദികളുമായി സംസ്ഥാനം കരാർ ഒപ്പിട്ടതും കോൺഗ്രസ് കാലത്താണ്. 1992-93 വംശീയ കലാപത്തിനിടെ മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവു സംസ്ഥാനം സന്ദർശിക്കാത്തത് എന്തുകൊണ്ടാണെന്നും ബീരേൻ സിംഗ് ചോദിച്ചു. കഴിഞ്ഞ ദിവസം മണിപ്പൂരിലുണ്ടായ സംഭവ വികാസങ്ങളിൽ ബീരേൻ സിംഗ് സംസ്ഥാനത്തെ ജനങ്ങളോട് ഖേദം പ്രകടിപ്പിച്ച് മാപ്പ് അപേക്ഷിച്ചിരുന്നു. RSS തലവൻ മോഹൻ ഭാഗവതിന് BJP നിലപാടിനെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ കത്തയച്ചു. BJP നേതാക്കൾ പരസ്യമായി പണം വിതരണം ചെയ്യുന്നുവെന്നും ദളിത് വോട്ടുകൾ വെട്ടിക്കുറയ്ക്കുന്നുവെന്നും കത്തിൽ ആരോപിക്കുന്നു. BJP നടപടി ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുകയാണെന്ന് RSS കരുതുന്നില്ലേ എന്നാണ് കെജ്രിവാൾ കത്തിൽ ചോദിക്കുന്നത്. ഡൽഹി മുഖ്യമന്ത്രി അതിഷിക്കും ആം ആദ്മി MP സഞ്ജയ് സിംഗിനുമെതിരെ മാനനഷ്ട കേസുമായി കോൺഗ്രസ് നേതാവ് സന്ദീപ് ദീക്ഷിത്. 10 കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് ആവശ്യം. BJPയിൽ നിന്നും സന്ദീപ് പണം കൈപ്പറ്റിയെന്നായിരുന്നു അതിഷിയുടെയും സഞ്ജയ് സിംഗിന്റെയും ആരോപണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി നേതാവ് അരവിന്ദ് കെജ്രിവാളിനെതിരെ മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന സന്ദീപ് തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് വ്യക്തമാക്കി. പുതുവത്സര ദിനത്തിൽ പരസ്പരം കത്തയച്ച് BJP AAP നേതാക്കൾ. BJPയുടെ പ്രവർത്തനത്തെ വിമർശിച്ച് AAP നേതാവ് അരവിന്ദ് കെജ്രിവാൾ RSS തലവൻ മോഹൻ ഭാഗവതിനാണ് കത്തയച്ചത്. പുതുവത്സരത്തിൽ ദുശ്ശീലങ്ങൾ ഉപേക്ഷിക്കാൻ തീരുമാനമെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് BJP നേതാവ് വീരേന്ദ്ര സച്ദേവ അരവിന്ദ് കെജ്രിവാളിന് കത്തയച്ചത്. RSS തലവൻ മോഹൻ ഭാഗവതിന് BJP നിലപാടിനെ പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കാൻ ആവശ്യപ്പെട്ടാണ് ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ കത്തയച്ചത്. BJP നേതാക്കൾ വോട്ടിന് പരസ്യമായി പണം വിതരണം ചെയ്യുന്നുവെന്നും ദളിത് വോട്ടുകൾ വെട്ടിക്കുറയ്ക്കുന്നുവെന്നും കത്തിൽ ആരോപിക്കുന്നു. BJP നടപടി ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുകയാണെന്ന് RSS കരുതുന്നില്ലേ എന്നാണ് കെജ്രിവാളിൻ്റെ കത്തിലെ ചോദ്യം.
ഇതിനു പകരമായാണ് BJP ഡൽഹി അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ അരവിന്ദ് കെജ്രിവാളിന് കത്തയച്ചത്. നുണയും ചതിയും ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് കത്ത്. നല്ലതും പുതിയതുമായി എന്തെങ്കിലും ചെയ്യാൻ പുതുവത്സര ദിനത്തിൽ ഒരു തീരുമാനമെടുക്കുക. മോശം ശീലങ്ങൾ ഉപേക്ഷിച്ച് സ്വഭാവത്തിൽ അർത്ഥവത്തായ മാറ്റം വരുത്താൻ ഡൽഹി BJP അധ്യക്ഷൻ തൻ്റെ കത്തിൽ ആവശ്യപ്പെടുന്നു. ഡൽഹിയിൽ മദ്യം പ്രോത്സാഹിപ്പിച്ചതിന് ജനങ്ങളോട് മാപ്പ് പറയണമെന്നും കത്തിൽ പറയുന്നു. 70-അംഗ ഡൽഹി നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫെബ്രുവരി പകുതിയോടെ നടക്കുമെന്നാണ് പ്രതീക്ഷ. ഈ സാഹചര്യത്തിലാണ് പാർട്ടികൾ പ്രചരണത്തിൻ്റെ ഭാഗമായി പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഇതിനിടയിൽ ഡൽഹിയിലെ ക്ഷേത്രങ്ങളും ബുദ്ധകേന്ദ്രങ്ങളും തകർക്കാൻ ഉത്തരവിട്ടതായി ആരോപിച്ച് മുഖ്യമന്ത്രി അതിഷി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയ്ക്ക് കത്തയച്ചു. വിഷയത്തിൽ വാക്പോര് തുടങ്ങിയതോടെ ഭരണതലത്തിലും പോർമുഖം തുറന്നിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. TP വധക്കേസ് പ്രതി കൊടിസുനിക്ക് പരോൾ നൽകിയതിനെ അനുകൂലിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പരോൾ തടവുകാരന്റെ അവകാശമാണ്. ആർക്കെങ്കിലും പരോൾ നൽകുന്നതിൽ CPM ഇടപെടാറില്ല. അത് സർക്കാരും ജയിൽ വകുപ്പും തീരുമാനിക്കേണ്ട കാര്യമാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കൊടിസുനിക്ക് പരാതി പല ആൾക്കും പരാതി കിട്ടുന്നുണ്ടല്ലോ, പരോളും കിട്ടുന്നുണ്ടല്ലോ. കിട്ടുന്നതിനിപ്പോൾ നമ്മളെന്ത് ചെയ്യാനാ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ ഒരാൾക്ക് പ്രത്യേക പരോൾ വേണമെന്നോ ഒരാൾക്ക് പ്രത്യേക പരോൾ കൊടുക്കാൻ പാടില്ലെന്നോ ഒരു തരത്തിലുള്ള ഇടപെടലും CPIM നടത്തുന്ന കാര്യമല്ല. ഞങ്ങൾക്കത് ബാധകമല്ല. അതെല്ലാം ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ജയിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അത് ആ രീതിയിലാണ് കൈകാര്യം ചെയ്യപ്പെടുക. അതിൽ പാർട്ടി ഇടപെടേണ്ട യാതൊരു കാര്യമില്ല. TP വധക്കേസ് പ്രതി കൊടിസുനിക്ക് പരോൾ അനുവദിച്ചതിൽ സർക്കാരിനെയും CPMനെയും രൂക്ഷമായി വിമർശിച്ച് സമസ്ത മുഖപത്രം സുപ്രഭാതം. കഠാര രാഷ്ട്രീയത്തിന് സർക്കാർ പിന്തുണയോ എന്ന തലക്കെട്ടിലാണ് മുഖപ്രസംഗം. പോലീസ് റിപ്പോർട്ട് തള്ളിയും ഹൈക്കോടതി ഉത്തരവ് ധിക്കരിച്ചുമാണ് വളഞ്ഞ വഴിയിലൂടെ സുനിയെ പുറത്തെത്തിച്ചത്. കൊടിസുനിക്ക് പരോൾ അനുവദിച്ചതിൽ ഒരപരാധവും CPM കാണുന്നില്ല എന്നത് അത്ഭുതപ്പെടുത്തുന്നുവെന്ന് മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു. CPMനെതിരെ രൂക്ഷ വിമർശനവുമായി ഷൊർണൂർ മുൻ MLA PK ശശി. പിടിച്ചുപറിയും കൊള്ളയും നടത്തി പ്രസ്ഥാനത്തെ ചിലർ വെള്ള പുതപ്പിച്ചു. ചതിയും കുതികാൽ വെട്ടിയും സുഖിക്കാമെന്ന് കരുതേണ്ടെന്നും ശശിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. PK ശശിയെ പാർട്ടി തരംതാഴ്ത്തലിന് പിന്നാലെയാണ് പ്രതികരണം. കുട്ടനാട് MLA തോമസ് കെ തോമസിനെ രൂക്ഷമായി വിമർശിച്ചും മന്ത്രി AK ശശീന്ദ്രനെ പിന്തുണച്ചും SNDP മുഖപത്രമായ യോഗനാഥത്തിൽ വെള്ളാപ്പള്ളി നടേശന്റെ ലേഖനം. കുബേരന്റെ മന്ത്രിമോഹത്തിന് ഇടതുമുന്നണി പിടികൊടുക്കരുതെന്നും ശശീന്ദ്രൻ പാരമ്പര്യമുള്ള നേതാവാണെന്നും ലേഖനത്തിൽ പറയുന്നു. മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയുള്ള തോമസ് കെ തോമസിന്റെ പരാക്രമം കണ്ട് കേരളം ചിരിക്കുകയാണ്. കുട്ടനാട് സീറ്റ് NCPക്ക് നൽകിയത് പൊറുക്കാനാകാത്ത അപരാധമാണ്. കുബേരന്റെ മന്ത്രി കസേര പിടിക്കാനുള്ള അത്യാഗ്രഹം പൂർത്തീകരിക്കേണ്ട ബാധ്യത ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു പ്രസ്ഥാനത്തിനും ഇല്ലെന്നും വെള്ളാപ്പള്ളി പറയുന്നു. എന്നാൽ താൻ കുബേരനല്ലെന്നും കൃഷിക്കാരനാണെന്നും തന്നെ വിലയിരുത്തേണ്ടത് ജനങ്ങളാണെന്നുമായിരുന്നു തോമസ് കെ തോമസിന്റെ പ്രതികരണം. എനിക്കറിയത്തില്ല എന്താണ് അദ്ദേഹം അങ്ങനെ പറയുന്നതെന്ന്. ഞാൻ ചോദിക്കുന്നത്, എന്റെ വീട് കുട്ടനാട്ടിൽ കൈനകരി പഞ്ചായത്തിൽ ചേന്നങ്കരി കളത്തിപ്പറമ്പിൽ നിന്ന് എന്റെ വീട്. ഞാനൊരു കർഷക കുടുംബത്തിലെ അംഗമാണ്. ഓക്കെ, കുബേരൻ എന്നിപ്പം നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഞാൻ പഠിച്ചതും വളർന്നതും ചേന്നങ്കരിയിലാണ്, കുട്ടനാട്ടിലാണ്. ഓക്കെ, അതിനുശേഷമാണ് ഞാൻ കുവൈറ്റിൽ പോകുന്നത്. ഞാൻ പിന്നെ അത് കഴിഞ്ഞ് ഹയർ സ്റ്റഡീസിന് പോയത് പൂനെയിലാണ്, ബോംബെയിലാണ്. അത് പോട്ടെ, അതിലേക്ക് ഞാൻ കിടക്കുന്നത്. ഞാൻ പറഞ്ഞത്, ഞാൻ ജനിച്ചതും വളർന്നതും കർഷക കുടുംബത്തിലും പിന്നെ കുട്ടനാട്ടിലുമാണ്. ആ കുബേരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എനിക്കറിയത്തില്ല എന്താണെന്നുള്ളത്. എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് നമുക്കറിയത്തില്ല. പിന്നെ സാമ്പത്തിക ഭദ്രത എന്ന് പറയുന്നത് ഗൾഫിൽ പോയി നമ്മൾ കഷ്ടപ്പെട്ട് കാശുണ്ടാക്കുമ്പോൾ നമുക്ക് സാമ്പത്തിക ഭദ്രത ഉണ്ടാവും. തോമസ് ചാണ്ടിയാണ് ആദ്യം പോയത്. അതിന്റെ പുറകെ ഞങ്ങളെല്ലാം കൊണ്ടുപോയി രക്ഷപ്പെട്ടു. ഇവിടെയും പിന്നെ രാഷ്ട്രീയത്തിൽ ഞങ്ങളുണ്ടായിരുന്നു. നമ്മൾ കോൺഗ്രസ്സുകാരായിരുന്നു. കോൺഗ്രസ് കുടുംബമാണ് ഞങ്ങളുടേത്. അതുകൊണ്ട് തന്നെ അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ അനാവശ്യമായിട്ടുള്ള പരാമർശമൊക്കെ തെറ്റല്ലേ? അങ്ങനൊന്നും ആരും പറയാൻ പാടില്ല. ഈ വർഷത്തെ ഹരിവരാസനം പുരസ്കാരം ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക്. 1 ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. മകരവിളക്ക് ദിനത്തിൽ പുരസ്കാരം സമ്മാനിക്കും. ഈ വർഷത്തെ ഹരിവരാസന അവാർഡ് പ്രശസ്ത സംഗീതജ്ഞനും നടനും ഗാനരചയിതാവും എല്ലാമായിട്ടുള്ള കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. മണ്ഡല മകരവിളക്ക് സീസണിൽ ഇതുവരെ ശബരിമലയിൽ ദർശനം നടത്തിയത് 32,70,000 തീർത്ഥാടകർ. തിരുവാഭരണ ഘോഷയാത്ര 12-ാം തീയതി പന്തളത്ത് നിന്ന് ആരംഭിക്കും. 14-ാം തീയതി ഘോഷയാത്ര ശബരിമലയിൽ എത്തുമെന്നും ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞു. അതിൽ മണ്ഡലകാലം പൂർത്തീകരിക്കപ്പെടുമ്പോൾ ഏതാണ്ട് 32,70,000 പരം ആളുകൾ വന്നുപോയിരുന്നു. സുഖദർശനമായിരുന്നു. 12-ാം തീയതി പന്തളത്തുനിന്ന്
തിരുവാഭരണ ഘോഷയാത്ര ആരംഭിക്കും. 14-ാം തീയതി സന്നിധാനത്തിൽ എത്തിച്ചേരും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഒരുക്കം പൂർത്തിയായെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ട്രാഫിക് പ്രശ്നങ്ങൾക്കുടൻ പരിഹാരം കാണും. കലോത്സവത്തിന് നോൺ വെജ് ഭക്ഷണം വേണ്ട എന്നാണ് തീരുമാനം. ഒരേ സമയം 4000 പേർക്കിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഒരുക്കിയതായും മന്ത്രി. ഇന്നിപ്പോൾ എന്നോട് രാവിലെ ഒരു പത്രക്കാർ ചോദിച്ചു എന്തൊക്കെ ഫുഡുണ്ടെന്ന്. ഈ വെജിറ്റേറിയൻ ഇനത്തിലുള്ള എല്ലാ ഫുഡുകളും പരീക്ഷിച്ച് നോക്കാം എന്നുള്ളതാണ്. അതിന് ഒരു ബുദ്ധിമുട്ടും വിചാരിക്കില്ല. നോണില്ല. നോൺ പിന്നെ ഒളിമ്പിക്സ് സ്കൂൾ ഒളിമ്പിക്സിന് നോൺ കൊടുത്തു. കലാപരിപാടിക്ക് നോൺ വേണ്ടെന്നുള്ള നിലയിലുള്ള അതാണ് തീരുമാനം. എന്തായാലും മനുഷ്യസാധ്യമായിട്ട് ചെയ്യാൻ കഴിയുന്ന മുഴുവൻ കാര്യങ്ങൾ ചെയ്തത്. നിങ്ങൾ നോക്കൂ, ഇവിടെ ഈ സ്ഥലം നിരപ്പിലല്ല, കണ്ടില്ലേ? അത് മേശയും കസേരയൊക്കെ ഇടുമ്പോൾ ഉണ്ടാവുന്ന ഒരു അസൗകര്യമുണ്ട്. അതുകൊണ്ടാണ് ഫുഡ് കമ്മിറ്റി ചെയർമാൻ പറയുന്നത് പോലെ അഡീഷണലായിട്ട് നമ്മളൊരു തട്ടടിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 ലക്ഷം രൂപ അധികം ആവുകയാണ്. അപ്പോൾ പൈസ ഒന്നും ഞങ്ങൾ നോക്കുന്നില്ല. സൗകര്യങ്ങളും കുട്ടികൾക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്തു കൊടുക്കുകയാണ്. പ്രമുഖ സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ പുരസ്കാര ജേതാവുമായ ഡോക്ടർ KS മണിലാൽ അന്തരിച്ചു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 86 വയസ്സായിരുന്നു. കേരളത്തിലെ സസ്യസമ്പത്തിനെക്കുറിച്ചുള്ള ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന പ്രാചീന ലാറ്റിൻ ഗ്രന്ഥം ഇംഗ്ലീഷിലും മലയാളത്തിലും ആദ്യമായി എത്തിച്ച ഗവേഷകനാണ്. 50 വർഷത്തെ ഗവേഷണ ഫലമായിരുന്നു ഇത്. സൈലന്റ് വാലിയിലെ സസ്യവൈവിധ്യത്തെക്കുറിച്ചും ഡോക്ടർ മണിലാൽ ദീർഘകാലം ഗവേഷണം നടത്തി. കാലിക്കറ്റ് സർവകലാശാല ബോട്ടണി വിഭാഗം മേധാവിയായിരുന്നു. ലൈവ് അറ്റ് 6 പൂർണ്ണമാകുന്നു. ഇനി പ്രൈം ഡിബേറ്റിൽ KP അഭിലാഷ് ചേരും. നമസ്കാരം. വാർത്തകൾ തുടരുന്നു. വയനാട് ദുരന്ത ബാധിതർക്ക് കോട്ടപ്പടിയിലെ നെടുമ്പാല എസ്റ്റേറ്റിലും കൽപ്പറ്റ എൽസ്റ്റോൺ എസ്റ്റേറ്റിലും മാതൃകാ ടൗൺഷിപ്പ് ഒരുങ്ങും. കൽപ്പറ്റയിൽ 5 സെന്റിലും നെടുമ്പാലയിൽ 10 സെന്റിലും 1000 സ്ക്വയർ ഫീറ്റിലാണ് വീടുകളുടെ നിർമ്മാണം. ടൗൺഷിപ്പിന് പുറത്ത് താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുടുംബങ്ങൾക്ക് 15 ലക്ഷം നൽകും. ദുരന്തബാധിത കുടുംബങ്ങളുടെ അന്തിമ പട്ടിക ഈ മാസം 25-നകം പുറത്തിറക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഊരാളുങ്കലിലാണ് നിർമ്മാണ ചുമതല. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ കരട് മാസ്റ്റർ പ്ലാൻ 2 മണിക്കൂറിലേറെ നീണ്ട വിശദ ചർച്ചയ്ക്ക് ശേഷമാണ് മന്ത്രിസഭാ യോഗം അംഗീകരിച്ചത്. എൽസ്റ്റോൺ എസ്റ്റേറ്റിലെ ടൗൺഷിപ്പ് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലും നെടുമ്പാല എസ്റ്റേറ്റിലെ ടൗൺഷിപ്പ് മേപ്പാടി പഞ്ചായത്തിലുമാണ് വരുന്നത്. അതിനനുസൃതമായി ഭൂമിയുടെ വിലയിൽ വരുന്ന വ്യത്യാസം കണക്കിലെടുത്ത് എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ ഒരു കുടുംബത്തിന് 5 സെൻറ്റും നെടുമ്പാലയിൽ 10 സെൻറ്റുമായിരിക്കും നൽകുക. ഭൂമി കണ്ടെത്തിയത് ഡ്രോൺ സർവേയിലൂടെയാണ്. ഇപ്പോൾ ഫീൽഡ് സർവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്കും താമസയോഗ്യമല്ലാത്ത ഭൂമിയുള്ളവർക്കുമാണ് ടൗൺഷിപ്പിൽ ആദ്യ പരിഗണന. ടൗൺഷിപ്പിലെ ഭൂമിയുടെയും ദുരന്തബാധിത മേഖലയിലെ ഭൂമിയുടെയും ഉടമസ്ഥാവകാശം അവർക്ക് തന്നെ നൽകും. ടൗൺഷിപ്പിലേക്ക് പുനരധിവസിപ്പിക്കപ്പെട്ട ശേഷവും ദുരന്തബാധിത മേഖലയിലെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം അവരവർക്ക് തന്നെയായിരിക്കും. ഉരുൾപൊട്ടിയ ആ ഭൂമി വനപ്രദേശമായി മാറാതിരിക്കാൻ കലക്റ്റീവ് ഫാമിംഗ് പോലുള്ള ഉൽപ്പാദനപരമായ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കാനുള്ള സാധ്യതകൾ പിന്നീട് പരിഗണിക്കും. ടൗൺഷിപ്പിൽ വീടുകൾക്ക് പുറമെ അനുബന്ധ സൗകര്യങ്ങളും ഉണ്ടാകും. ടൗൺഷിപ്പുകളിൽ വീടുകൾക്ക് പുറമെ വിനോദത്തിനുള്ള സൗകര്യങ്ങൾ, മാർക്കറ്റ്, ആരോഗ്യകേന്ദ്രം, വിദ്യാലയം, അംഗൻവാടി, കളിസ്ഥലം, വൈദ്യുതി, കുടിവെള്ളം, ശുചിത്വ സംവിധാനങ്ങൾ ഇവയെല്ലാം സജ്ജമാക്കും. ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ വേഗത്തിലാക്കും. അതിനായി റവന്യൂ മന്ത്രി K രാജൻ നാളെ വയനാട് സന്ദർശിക്കും. ഭൂമി ഏറ്റെടുക്കൽ ലിസ്റ്റ് ഒക്കെ ഉണ്ട്, ഒന്ന് പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്യലാണ്. ത്രിതല സംവിധാനത്തിലൂടെയാകും പദ്ധതി നടപ്പാക്കുക. മുഖ്യമന്ത്രി അധ്യക്ഷനായ വയനാട് പുനർനിർമ്മാണ സമിതിക്കാണ് പദ്ധതിയുടെ നേതൃത്വം. മുഖ്യമന്ത്രി അധ്യക്ഷനായ വയനാട് പുനർനിർമ്മാണ സമിതിക്കായിരിക്കും പദ്ധതിയുടെ നേതൃത്വം. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഏകോപന സമിതിയും കലക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ യൂണിറ്റുമാണ് ഇതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുക. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവും
പ്രധാന സ്പോൺസർമാരും ഉൾപ്പെടുന്ന മറ്റ് മന്ത്രിമാരും കൂടി ഉൾപ്പെടുന്ന ഉപദേശക സമിതി രൂപീകരിക്കുകയും ചെയ്യും. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സ്പോൺസർമാരുടെ യോഗവും ചേർന്നു. സ്പോൺസർഷിപ്പ് തുക സ്വീകരിക്കാൻ പ്രത്യേക അക്കൗണ്ട് തുറക്കും. ധനവകുപ്പ് അംഗീകരിച്ച പ്രകാരമുള്ള സ്പോൺസർഷിപ്പ് ഫ്രെയിംവർക്ക് അംഗീകരിക്കും. സ്പോൺസർഷിപ്പ് പ്രകാരം ലഭിക്കുന്ന തുക സ്വീകരിക്കുന്നതിനും അത് വയനാട് പുനരധിവാസ പദ്ധതിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിനും ഒരു ഡെഡിക്കേറ്റഡ് ബാങ്ക് അക്കൗണ്ട് തുറക്കും. പദ്ധതി എന്ന് പൂർത്തിയാക്കാനാകുമെന്ന് 3 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമാകുമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. സമയബന്ധിതമായി പദ്ധതി പൂർത്തിയാക്കുക എന്ന വലിയ വെല്ലുവിളിയാണ് സർക്കാരിനെ കാത്തിരിക്കുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. സനാതന ധർമ്മത്തിന്റെ വക്താവായല്ല ശ്രീനാരായണ ഗുരുവിനെ കാണേണ്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സനാതന ധർമ്മത്തെ തിരുത്തിയ വ്യക്തിയാണ് ശ്രീനാരായണ ഗുരു. സനാതന ധർമ്മത്തിൽ താൻ പറഞ്ഞത് തന്നെയെന്നും മുഖ്യമന്ത്രി പറയുന്നു. സനാതന ധർമ്മത്തെപ്പറ്റി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അത് ശ്രീനാരായണ ഗുരു സനാതന ധർമ്മത്തിൻ്റെ വക്താവായിരുന്നു എന്ന് നേരത്തെ, ഇപ്പോഴല്ല, ഒരു കുറേ മാസങ്ങൾക്കോ 1-2 വർഷത്തിന് മുൻപാണെന്ന് തോന്നുന്നു, ഒരു യോഗത്തിൽ ഒരു BJP നേതാവ്, അദ്ദേഹം അന്ന് മന്ത്രി കൂടിയാണ്, അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. അപ്പോൾ തുറന്ന് ഞാൻ സംസാരിക്കുകയായിരുന്നു. ആ യോഗത്തിൽ തന്നെ ഞാൻ പറഞ്ഞ കാര്യം ശരിയല്ല, ചിലപ്പോൾ നിങ്ങളെ ശ്രദ്ധയിലതുണ്ടാവും, അന്ന് തന്നെ പറഞ്ഞാണ്. അതെൻ്റെ നിലപാടാണത്. സനാതന ധർമ്മത്തിൻ്റെ വക്താവായിട്ടല്ല ശ്രീനാരായണ ഗുരുവിനെ കാണേണ്ടത്. അതിൻ്റെ ചരിത്രം എടുത്താൽ അത് കാണാൻ പറ്റില്ല. അത് തിരുത്തിയെന്നതിന് നേതൃത്വം കൊടുത്ത ആളല്ലേ ശ്രീനാരായണ ഗുരു. ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ ക്ഷേത്രങ്ങളിൽ ഷർട്ട് ധരിക്കുന്ന കാര്യത്തിൽ ആദ്യം അഭിപ്രായം പറഞ്ഞത് സച്ചിദാനന്ദ സ്വാമി എന്ന മുഖ്യമന്ത്രി. താൻ അതിനെ അനുകൂലിക്കുകയായിരുന്നു. ചില ദേവസ്വം പ്രതിനിധികൾ തന്നോടത് നടപ്പാക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ നല്ല കാര്യമെന്നാണ് പറഞ്ഞത്. കൂടിയാലോചനകൾ നടത്തേണ്ടത് സർക്കാരല്ല, ദേവസ്വങ്ങളാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഷർട്ട് മാറുന്നത് നിങ്ങളെല്ലാം പറഞ്ഞാണെന്നാണ് ഞാൻ കേട്ടത്. നിങ്ങൾക്കൊക്കെ ഷർട്ട് ഇടേണ്ടി വരുന്നു അകത്ത് കയറുമ്പോൾ എന്നുള്ളത് കൊണ്ട്. ഇത് പൊതുവിൽ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യം, എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. സച്ചിദാനന്ദ സ്വാമിയാണ് ഈ കാര്യം ആദ്യം അവിടെ പറയുന്നത്. അധ്യക്ഷ പ്രസംഗമായിരുന്നു അദ്ദേഹം നടത്തുന്നത്. ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഷർട്ട് ധരിച്ച് പ്രവേശിക്കുന്ന കാര്യത്തിൽ കാലോചിതമായ പരിഷ്കാരം ഉണ്ടാകണമോ? സ്വാമി സച്ചിദാനന്ദയും പിന്നീട് മുഖ്യമന്ത്രിയും മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ പരിശോധനയുണ്ടാകുമെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിലപാട്. എന്നാൽ ചർച്ചകൾക്കപ്പുറം ഹിന്ദു ആചാര രീതികളിലെ പരിഷ്കരണം അത്ര എളുപ്പമാവാൻ ഇടയില്ല. ശിവഗിരിയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയാണ് ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. ക്ഷേത്രങ്ങളിൽ ഉടുപ്പഴിച്ചുകൊണ്ടേ കയറാവൂ എന്നുള്ള നിർബന്ധ ബുദ്ധി പല ശ്രീനാരായണ ക്ഷേത്രങ്ങളും വെച്ചു പുലർത്തുന്നു. ഇത് തിരുത്തിയേ മതിയാകൂ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പടി കൂടി കടന്നു. ശ്രീനാരായണീയ ക്ഷേത്രങ്ങളിൽ മാത്രമല്ല മറ്റു ക്ഷേത്രങ്ങളും ഇത് മാതൃകയാക്കണം. ശ്രീനാരായണ ഗുരുവിൻ്റെ സൽപാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഇവിടെ സമൂഹത്തിന് മുന്നിൽ നിർദ്ദേശമായി ബഹുമാനായ സച്ചിദാനന്ദ സ്വാമി വെച്ചിട്ടുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക ഇടപെടലായി മാറാൻ സാധ്യതയുണ്ട്. മുഖ്യമന്ത്രി മുന്നോട്ട് വച്ചിരിക്കുന്ന നിർദ്ദേശം പരിശോധിക്കുമെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിലപാട്. നിലവിൽ ശ്രീനാരായണീയ ക്ഷേത്രങ്ങളിലും ചിന്മയ മിഷൻ പോലുള്ള സന്യാസി സമൂഹത്തിന്റെ ക്ഷേത്രങ്ങളിലും ഷർട്ട് ധരിച്ച പ്രവേശനം അനുവദിക്കുന്നുണ്ട്. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലേക്ക് പുതിയ ആചാരം കൊണ്ടുവരുമോ എന്ന ചോദ്യത്തോട് കരുതലോടെയാണ് ദേവസ്വം മന്ത്രിയുടെ പ്രതികരണം. ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞ ദേവസ്വം ബോർഡിന്റെ ആലോചിക്കണം, ദേവസ്വം ബോർഡുകളൂടെ ആലോചിക്കണ്ടേ. ഇപ്പോൾ നമുക്ക് 5 ദേവസ്വം ബോർഡുകളാണുള്ളത്. ഈ 5 ദേവസ്വം ബോർഡും കൂടി ചർച്ച ചെയ്യുന്ന രൂപത്തിൽ നിന്നുകൊണ്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ വന്നില്ലേ ഗവൺമെൻറ് ഇടപെടുള്ളൂ. ഇപ്പം അങ്ങനെ രൂപത്തിലേക്കുള്ള ചർച്ചകൾ വന്നില്ലേ. ഇന്നലെ അവിടെ ശിവഗിരി തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞ ഈ അഭിപ്രായം അത് അതിപ്രധാനമാണ്. ക്ഷേത്ര ആചാര രീതികളിൽ കാലോചിതമായ പരിഷ്കാരം വേണമെന്ന് വാദിക്കുന്ന ഒരു വിഭാഗം ഹൈന്ദവ സംഘടനകൾ തന്നെയുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ വിവാദത്തിൽ ഇവർ കക്ഷി ചേരുമോ എന്ന് വ്യക്തമല്ല. ക്ഷേത്ര ആചാര രീതികളെ വെല്ലുവിളിക്കുന്നു എന്ന പരാതി മുഖ്യമന്ത്രിക്കെതിരെ നേരത്തെ തന്നെയുള്ളതാണ്. പുതിയ സാഹചര്യത്തിൽ ഇതും വിവാദമാവാനാണ് സാധ്യത. ന്യൂസ് 18 തിരുവനന്തപുരം. സനാതനധർമ്മത്തെ സംബന്ധിച്ചുള്ള പരാമർശത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ച BJP നേതാവ് ഷഹ്സാദ് പൂനാവാല കേരളം മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയും നീണ്ട പരമ്പരയുടെ ഭാഗമാണ്. വോട്ട് ബാങ്ക് തിരിച്ചുപിടിക്കാൻ വേണ്ടിയാണ് ഹിന്ദു വിശ്വാസത്തെയും സനാതനത്തെയും അപകീർത്തിപ്പെടുത്തുന്നത്. മറ്റേതെങ്കിലും മതത്തിനെതിരായി ഇതുപോലെ പറയാനുള്ള ധൈര്യമുണ്ടോ എന്നും അദ്ദേഹം ചോദിച്ചു. Today the new year has started, but the mindset is the same old, that Sanatan ka karo apman,
this is our only pehchan. Give Sanatan and Hindu gali and take vote bank ki tali. The statement made by the Chief Minister of Kerala is part of the long series of statements which have been made. Recently, Akhilesh Yadav has also made the statement on Shivling. We have seen how TMC has mocked the Puja Archana being done in Ujjain Mahakal. We have seen long series of statements against Ram Mandir, Prabhu Shri Ram, against Ram Mandir Pran Pratishtha, Hindutva by Congress party leaders. Now, because left was feeling that Congress has overtaken them in vote bank politics, and they have made reference to it recently in Wayanad election, that how Jamaat-e-Islami has allied with Congress to get back that extremist vote bank, they are making all these kinds of abusive insults at Hindu, Astha and Sanatan. Will they have the courage to say this about any other faith? സനാതനധർമ്മത്തിന്റെ പേര് പറഞ്ഞ് ശ്രീനാരായണ ഗുരുവിനെ ചാതുർവർണ്ണ്യത്തിൽ തളയ്ക്കാൻ ശ്രമമെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. ഗുരുദേവന്റെ ആദർശങ്ങളെ മാത്രമല്ല ഗുരുദേവനെ തന്നെ റാഞ്ചിയെടുക്കാൻ ശ്രമം നടക്കുന്നു. ഗുരുദേവനെ അങ്ങനെ ആർക്കും വിട്ടുകൊടുക്കാനാകില്ല എന്നും സുധാകരൻ പറഞ്ഞു. ശിവഗിരിയിൽ വിദ്യാഭ്യാസ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗുരുദേവന്റെ ആദർശങ്ങളെ മാത്രമല്ല ഗുരുദേവനെ തന്നെ റാഞ്ചിയെടുക്കാൻ ശ്രമിക്കുന്നില്ലേ? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് ഉദ്ഘോഷിച്ച് വിശ്വപൗരനായ ശ്രീനാരായണ ഗുരുദേവനെ സനാതന ധർമ്മത്തിന്റെ പേര് പറഞ്ഞ് ചാതുർവർണ്ണ്യത്തിലും വർണ്ണാശ്രമത്തിലും തളക്കാൻ ശ്രമം നടക്കുന്നില്ലേ? ഗുരുദേവനെ അങ്ങനെ ആർക്കും വിട്ടുകൊടുക്കാനാവില്ലെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. നിയുക്ത ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേരളത്തിലെത്തി. വിമാനത്താവളത്തിന്റെ ടെക്നിക്കൽ ഏരിയയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാർ, മേയർ ആര്യ രാജേന്ദ്രൻ, ശശി തരൂർ MP, ജില്ലാ കളക്ടർ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. ഭാര്യ അനഘ ആർലേക്കറും ഗവർണർക്കൊപ്പമുണ്ടായിരുന്നു. നാളെ രാവിലെ 10:30 രാജ്ഭവനിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സർക്കാരിനെ ഉപദേശിക്കലല്ല സഹായിക്കലാണ് തന്റെ ജോലിയെന്ന് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയുമായി ആർലേക്കർ കൂടിക്കാഴ്ച നടത്തി. നാളെ രാവിലെ 10:30 രാജ്ഭവൻ ഓഡിറ്റോറിയത്തിലാകും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. Whatever we have discussed, it is regarding the culture, the tourism, the people, and all the whatever he gave, it is an advice to me. It is because I know nothing of Kerala. So whatever he told me, that will certainly help me in functioning in Kerala, having good relation with everybody. Wherever I go, I don't try to have any confrontation with the government nor with the administration. So that will certainly help me. So it is a government who I am going there to just assist the government. It is not to guide and not to give any directions, nothing for that sort. നൃത്ത പരിപാടിക്കിടെ കലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് വീണു പരിക്കേറ്റ ഉമാ തോമസ് MLAയുടെ ആരോഗ്യനിലയിൽ പുരോഗതി. വെന്റിലേറ്റർ എത്ര ദിവസം തുടരണമെന്നതിൽ തീരുമാനമായിട്ടില്ല എന്ന് ഡോക്ടർമാർ അറിയിച്ചു. അതേസമയം പരിപാടിയുടെ സംഘാടകരായ മൃദംഗ വിഷ്ണുവിനെതിരെ പണപ്പിരിവിന് പോലീസ് കേസെടുത്തു. വിവാദ നൃത്ത പരിപാടിയുമായി കൊച്ചി മെട്രോയും MD ലോക്നാഥ് ബെഹ്റയും സഹകരിച്ചിരുന്നതായി വ്യക്തമായി. ഉമാ തോമസിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരികയാണ്. ആളുകളെ തിരിച്ചറിയുന്നുണ്ട്, ശ്വാസമെടുക്കാനും കഴിയുന്നുണ്ട്. നേർത്ത ശബ്ദത്തിൽ പുതുവത്സരാശംസകൾ നേർന്നതായും ഡോക്ടർമാർ. ആൻഡ് ഷീ ഈസ് മൂവിങ് ഓൾ ഹെർ ലിംസ്. ഇന്നും കൈയൊക്കെ നന്നായിട്ട് പിടിച്ചു, എല്ലാ കാലുകളൊക്കെ പൊക്കി, കണ്ണു തുറന്നു. ആ ഒരു റെസ്പോൺസ് ഇസ് വെരി ഗുഡ്. വേദനയുണ്ടെന്ന് പറഞ്ഞു. വേദനയുണ്ട് ഡെഫിനറ്റ്ലി. ഇന്ന് മക്കളെയും തിരിച്ചറിഞ്ഞു, എന്നെ തിരിച്ചറിഞ്ഞു. പരിപാടിയുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ഊർജിതമാണ്. നൃത്ത പരിപാടിക്കായുള്ള പണപ്പിരിവിൽ പരാതിക്കാരായ രക്ഷിതാക്കളെ എറണാകുളം അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിൽ വിളിച്ചുവരുത്തി മൊഴിയെടുത്തു. മൃദംഗ വിഷൻ MD നികോഷ് കുമാറും ഓസ്കാർ ഇവന്റ് മാനേജിംഗ് പ്രൊപ്പറൈറ്റർ PS ജെനീഷ് കുമാറും നാളെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ ഹാജരാകും. മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച ഹൈക്കോടതി ഇരുവരെയും ഹാജരാക്കണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. അതേസമയം സ്റ്റേജ് കെട്ടിയുയർത്തിയപ്പോൾ GCCയെ യാതൊരു എതിർപ്പും പറഞ്ഞിരുന്നില്ലെന്നും ഉമാ തോമസിന് അപകടം പറ്റിയതിൽ ഉത്തരവാദിത്തം തനിക്കും തന്റെ കമ്പനിക്കും മാത്രമല്ലെന്നും നികോഷ് കുമാർ പ്രതികരിച്ചു. ഏത് അന്വേഷണത്തിനും തയ്യാറാണെന്നും നികോഷ് വ്യക്തമാക്കി. പരിപാടിയെക്കുറിച്ച് നേരിട്ട് പരിശോധിക്കാത്തതിൽ കൊച്ചി കോർപ്പറേഷൻ ഹെൽത്ത് ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്തു. കലൂർ സർക്കിളിലെ MN നിതയെയാണ് സസ്പെൻഡ് ചെയ്തത്. നഗരസഭയുടെ ഹെൽത്ത്, റവന്യൂ, എഞ്ചിനീയറിംഗ് വിഭാഗങ്ങൾക്ക് വീഴ്ച സംഭവിച്ചോ എന്ന് പരിശോധിക്കാനും മേയർ അഡ്വക്കേറ്റ് M അനിൽകുമാർ നിർദ്ദേശം നൽകി. നഗരസഭാ സെക്രട്ടറി അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകും.
1500-ലധികം പേർ പങ്കെടുത്ത പരിപാടിക്കായി 25 പോലീസുകാരെ മാത്രമാണ് സംഘാടകർ ആവശ്യപ്പെട്ടിരുന്നത്. വിവാദ നൃത്ത പരിപാടിയുടെ പ്രചാരണത്തിനായി ലോക്നാഥ് ബെഹ്റയുടെ വീഡിയോയും സംഘാടകർ പുറത്തിറക്കിയിരുന്നു. നൃത്ത പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയവർക്ക് കൊച്ചി മെട്രോയിൽ ഇളവും പ്രഖ്യാപിച്ചിരുന്നു. ന്യൂസ് 18 കൊച്ചി. ഉമാ തോമസിന്റെ അപകടത്തിനിടയാക്കിയ സംഭവം ഗൌരവമായി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏത് പരിപാടിയിലും കൃത്യമായ സുരക്ഷാ പരിശോധന നടക്കണം. സ്വകാര്യ പരിപാടിയിൽ പക്ഷേ അതുണ്ടാകാറില്ല. വീഴ്ചകൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അത് ഗൗരവമായിട്ട് പരിശോധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഏത് പൊതുപരിപാടികളായാലും, അത് സ്വകാര്യ പരിപാടിയായാലും സർക്കാർ പരിപാടിയായാലും ഏത് തരത്തിലുള്ള പരിപാടിയായാലും, ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അനുഭവപാഠം സുരക്ഷാ പരിശോധന കൃത്യമായി നടക്കണം എന്നുള്ളതാണ്. ഇപ്പം നമുക്കെല്ലാം അറിയാം അത് നടത്താറില്ല എന്നുള്ളത്. സ്വകാര്യ പരിപാടികളിൽ മറ്റ് സുരക്ഷാ കാര്യങ്ങൾ അങ്ങനെ പരിശോധിക്കാൻ പോകാറില്ല. പക്ഷേ സ്വകാര്യ പരിപാടികളിലും ഇതുപോലുള്ള ആളുകളാണ് പങ്കെടുക്കുന്നത്. അവിടെ പങ്കെടുത്ത മന്ത്രിയുണ്ട്, MLA ഉണ്ട്, മറ്റാൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ പങ്കെടുക്കുമ്പോൾ അതിനാവശ്യമായ കരുതൽ അവിടെ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഇടവേള. നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. കണ്ണൂർ വളക്കയിൽ സ്കൂൾ ബസ് മറിഞ്ഞു. ഒരു കുട്ടി മരിച്ചു. 15 കുട്ടികൾക്ക് പരിക്ക്. ഇടുക്കിയിൽ കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് ഒരാൾ മരിച്ചു. കാസർഗോഡ് നിയന്ത്രണം വിട്ട കാർ മതിലിലിടിച്ച് യുവാവിന് ജീവൻ നഷ്ടമായി. ഉരുൾപൊട്ടൽ ദുരന്തത്തിനിരയായവർക്കുള്ള ടൗൺഷിപ്പിന് മന്ത്രിസഭയുടെ അംഗീകാരം. കൽപ്പറ്റയിലും നെടുമ്പാലയിലും നിർമ്മിക്കും. നിർമ്മാണ ചുമതല ഊരാളുങ്കൽ സൊസൈറ്റിക്ക്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള കരാറുകാരായി നാമനിർദ്ദേശം ചെയ്യാൻ തീരുമാനിച്ചു. ഭൂമിയേറ്റെടുക്കൽ മുഖ്യ പരിഗണനയിൽ പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് ചെയ്യലാണ്. റവന്യൂ മന്ത്രി നാളെ വയനാട്ടിലേക്ക്. സനാതനധർമ്മത്തെപ്പറ്റി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. സനാതനധർമ്മത്തെപ്പറ്റി പറഞ്ഞതിൽ ഉറച്ച മുഖ്യമന്ത്രി. ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തെ തിരുത്തി. ഹിന്ദു വിശ്വാസത്തെ അപകീർത്തിപ്പെടുത്തുന്നു എന്ന് BJP. ക്ഷേത്രങ്ങളിൽ ഷർട്ട് ധരിക്കുന്നതിൽ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് ദേവസ്വം മന്ത്രി. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ തിരുവനന്തപുരത്ത്. സ്വീകരിച്ച മുഖ്യമന്ത്രിയും മന്ത്രിമാരും. നാളെ സത്യപ്രതിജ്ഞ. ഉപദേശിക്കലല്ല സഹായിക്കലാണ് തന്റെ ജോലിയെന്ന് ആർലേക്കർ. Because I know nothing of Kerala, so whatever he told me that will certainly help me in functioning in Kerala. കലൂരിലെ നൃത്ത പരിപാടി സംഘാടകർക്കെതിരെ വിശ്വാസവഞ്ചനയ്ക്കെതിരെയുള്ള കേസ്. പരാതിക്കാരിൽ നിന്ന് മൊഴിയെടുത്ത പോലീസ്. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെന്ന് മുഖ്യമന്ത്രി. ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി. വെന്റിലേറ്റർ സപ്പോർട്ട് കുറച്ചു. തൃശൂരിൽ യുവാവിനെ കുത്തിക്കൊന്ന പ്രതികൾ ലഹരിക്കടിമകൾ. മുഖ്യപ്രതിക്ക് ക്രിമിനൽ പശ്ചാത്തലമെന്ന് പോലീസ്. ആക്രമണം പരസ്യമായി കഞ്ചാവ് ഉപയോഗിച്ചത് ചോദ്യം ചെയ്തത്. ആറ്റൂരിൽ പുതുവത്സര ആശംസ പറയാത്തതിന് യുവാവിനെ കുത്തിവീഴ്ത്തി. പ്രതിപിടിയിൽ. കണ്ണൂർ തളിപ്പറമ്പിൽ സ്കൂൾ ബസ് മറിഞ്ഞ വിദ്യാർത്ഥിനി മരിച്ചു. 5ാം ക്ലാസ് വിദ്യാർത്ഥിനി നേദ്യയാണ് മരിച്ചത്. 15 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. കൂനം ചിന്മയ വിദ്യാലയത്തിന്റെ ബസ്സാണ് വളക്കൈ പാലത്തിന് സമീപത്ത് വെച്ച് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റ വിദ്യാർത്ഥികളെ തളിപ്പറമ്പിലെ സഹകരണ ആശുപത്രിയിലും താലൂക്ക് ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി ശ്രീനി ആലക്കോട് ചേരുന്നു. അപകടത്തിന്റെ ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. വളവിൽ അമിത വേഗത്തിൽ വാഹനമോടിച്ചതാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. അമിത വേഗത്തിലെത്തിയ ബസ് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. എന്തായാലും ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടമായിരിക്കുകയാണ്. ശ്രീനി ആലക്കോട് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീനി,
വളരെ ദുഃഖകരമായ സംഭവമാണ്. 15 കുട്ടികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് നമുക്ക് ഏറ്റവും ഒടുവിൽ അവരുടെ ആരോഗ്യനില സംബന്ധിച്ച് ലഭിക്കുന്ന വിവരം? ഒപ്പം ഈ അപകടം ഉണ്ടായത് എങ്ങനെയെന്നത് സംബന്ധിച്ച് കൂടുതലായി എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞോ? ഇന്ന് 4:30 കൂടിയാണ് നാടിനെ നടുക്കിയ ഈ ദാരുണമായ അപകടം നടന്നിട്ടുള്ളത്. 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ നേതിയ എസ് രാജേഷാണ് മരണമടഞ്ഞത്. 15 കുട്ടികൾക്കാണ് പരിക്കേറ്റത്. ഏറെ ദുഃഖകരമായ ഒരു വാർത്ത ഈ പുതുവത്സര ദിനത്തിൽ തളിപ്പറമ്പ് വളക്കയിൽ നിന്നും വരുമ്പോൾ ഈ നാടാകെ വിറങ്ങലിച്ച ഒരവസ്ഥയിലാണ്. എന്തായാലും നിയന്ത്രണം, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ നിയന്ത്രണം വിട്ട ബസ് ഒരു റോഡിന് താഴേക്ക്, മെയിൻ റോഡിലേക്ക് മറിയുന്ന ആ കാഴ്ചയാണ് നമ്മൾ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത്തരത്തില് അമിത വേഗതയിൽ വന്ന ഒരു ബസ്സാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഏതാണ്ട് 4:30 കൂടി സ്കൂളിൽ നിന്ന് കുട്ടികളുമായിട്ട് പുറത്തേക്ക് വരുന്നു. ആ ബസ് അധികം താമസിയാതെ തന്നെ നിയന്ത്രണം വിട്ട് റോഡിലേക്ക് തലകീഴായി മറിയുന്നു. ആ ദാരുണമായ ആ കാഴ്ച, ആ ദാരുണമായ അപകടം ഇത് കണ്ട് ഈ നാട്ടുകാരൊക്കെ വിറങ്ങലിച്ചു നിൽക്കുകയാണ്. ഞാനിപ്പോൾ ഏതാണ്ട് ഈ സ്ഥലത്തിനോട് ചേർന്ന് തന്നെ നിൽക്കുന്നുണ്ട്. സങ്കടകരമായ ഒരു വാർത്തയാണ് ഈ പുതുവത്സര ദിനത്തിൽ വരുന്നത്. അതുപോലെ തന്നെ ഈ 15 കുട്ടികൾക്ക് പരിക്കേറ്റു എന്നതുകൊണ്ട് ആ 15 കുട്ടികളുടെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതൊരു ആശ്വാസകരമായ ഒരു വാർത്തയാണ്. അവരെ തളിപ്പറമ്പിലെ താലൂക്ക് ആശുപത്രിയിലും അതുപോലെ തന്നെ സഹകരണ ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത്. മരണമടഞ്ഞ കുട്ടിയുടെ മൃതദേഹം പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് അല്പസമയത്തിന് മുമ്പ് മാറ്റിയിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ഇവിടെ നിന്നും ലഭിക്കുന്ന ഈ വാർത്ത. തീർച്ചയായും ദുഃഖകരമായ സംഭവമാണ്. അമിത വേഗത്തിലെത്തിയ ബസ്സാണ് അല്പം മുകളിൽ നിന്നുള്ള റോഡിൽ നിന്ന് താഴെ തിരക്കുള്ള റോഡിലേക്ക് മറിഞ്ഞത്. ഒരു കുട്ടിയുടെ മരണം സംഭവിച്ചിരിക്കുന്നു. ശ്രീനി, ഇത് വാഹനം അമിത വേഗത്തിൽ തന്നെയാണ് എന്നതാണ് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. മെയിൻ റോഡിലേക്ക്, കൂടുതൽ തിരക്കുള്ള ഒരു റോഡിലേക്കാണ് ഈ വാഹനം വീണിരിക്കുന്നത്. മറ്റ് വാഹനങ്ങൾ ആ സമയത്ത് ഇല്ലാതിരുന്നത് ഭാഗ്യമെന്നേ പറയേണ്ടതുള്ളൂ. മാത്രവുമല്ല, ഇപ്പോൾ ഞാൻ ശ്രീനിലേക്ക് വരാം. ഇപ്പോൾ സജി ജോസഫ് MLA നമുക്കൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നു. MLA, ഈ അപകടത്തെ സംബന്ധിച്ച് കൂടുതലായി എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞോ? അപകടത്തിൽപ്പെട്ട വിവരം സംബന്ധിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ആശുപത്രിയിലേക്ക് പോവുകയാണ്. ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് അപകട വാർത്ത അറിഞ്ഞത്. എന്റെ മണ്ഡലത്തിന്റെ അതിർത്തിയായിട്ടുള്ള വളക്കൈ ചെങ്ങളായി പഞ്ചായത്തിന്റെ അതിർത്തി പ്രദേശമാണ്. വളക്കയിലാണ് ഈ അപകടം ഉണ്ടായത്. ഈ തളിപ്പറമ്പ് നിയോജകമണ്ഡലത്തിൽപ്പെട്ട കുറുമാത്തൂർ പഞ്ചായത്തിലെ ചെന്മയ സ്കൂളിലെ കുട്ടികളാണ് ബസ് അപകടത്തിൽ പരിക്ക് പറ്റിയതും ഒരു കുട്ടി മരണപ്പെടുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത്. 4 മണിക്ക് ക്ലാസ് കഴിഞ്ഞ് കുട്ടികളെ ഇറക്കുന്നതിന് വേണ്ടി സ്കൂൾ ബസ് വളക്കയിലെത്തുകയും ചെറിയ റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക്, നമ്മുടെ സംസ്ഥാന പാതയിലേക്ക്, തളിപ്പറമ്പ് ഇരിട്ടി പാതയിലേക്കുള്ള റോഡിലേക്ക് ഇറക്കത്തിൽ ചെരിവുള്ള സ്ഥലത്തുകൂടി ചെറിയ റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് വരുന്നതിനിടയിലാണ് നിയന്ത്രണം വിട്ട് ബസ് മറിഞ്ഞത്. ബസ്സിലുണ്ടായിരുന്ന കുട്ടി തെറിച്ചു വീണ് ബസിന്റെ അടിയിൽപ്പെടുന്ന ഒരു കാഴ്ചയാണ്. വളരെ ഭീതിതമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. കുട്ടി ആണ് മരണപ്പെട്ടതായിട്ട് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. 20ഓളം കുട്ടികളാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ 10 കുട്ടികൾ, 11 കുട്ടികളെ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. അതിലൊരു കുട്ടിയാണ് സീരിയസ് ആയി പരിക്കേറ്റ് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി മരണപ്പെടുകയും ചെയ്ത വാർത്ത ഇപ്പോൾ കേൾക്കുന്നത്. 8 കുട്ടികൾ തളിപ്പറമ്പ് ജനറൽ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ്. അതിലൊരു കുട്ടിയുടെ കുറച്ച് സീരിയസ് ആയ കേസാണ്. ആ കുട്ടിയെ പരിയാരം ആശുപത്രിയിലേക്ക് ഇപ്പോൾ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഒരു കുട്ടിയുടെ മരണമാണ് ഇപ്പോൾ നാടിനെ നടുക്കിയ 5ാം ക്ലാസ്സുകാരിയുടെ മരണമാണ് കേൾക്കാൻ കഴിയുന്നത്. വളരെ ദാരുണമായ അപകടം. ഇതിന്റെ കാരണങ്ങളെ സംബന്ധിച്ച് വളരെ പെട്ടെന്ന് തന്നെ അടിയന്തരമായി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അമിത വേഗത്തിൽ വണ്ടി വന്നു, വാഹനം വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ബ്രേക്ക് പോയതാണെന്നും പറയുന്നു. ഏതായാലും അത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു പരിശോധന അടിയന്തരമായും ആവശ്യമാണ്. ഞാൻ അങ്ങോട്ട് അപകട സ്ഥലത്തേക്ക് യാത്രയിലാണ്. ഈ ബ്രേക്ക് പോയി എന്നുള്ള വിവരവും കൂടിയുണ്ടല്ലേ? അമിത വേഗമെന്നാണ് നമുക്ക് CCTV ദൃശ്യങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇത് രണ്ടും കേൾക്കുന്നുണ്ട്. അമിത വേഗത്തിലാണ് നമ്മൾ ഒറ്റനോട്ടത്തിൽ കാണുന്നത്, അമിത വേഗത്തിൽ എന്നാണ്. ബ്രേക്ക് പോയി എന്നുള്ളതും ഇപ്പൊ ഞാനവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ ഉണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് സംസാരിച്ചപ്പോഴാണ് അക്കാര്യം അദ്ദേഹമാണ് പറഞ്ഞത്. ഏതായാലും ഇതെല്ലാം പരിശോധിക്കപ്പെടേണ്ടതാണ്. ശരി,
വളരെ നന്ദി ഞങ്ങളോട് സംസാരിച്ചതിന്. എന്തായാലും MLA അങ്ങോട്ടേക്ക് എത്താൻ ശ്രമിക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, സ്കൂൾ ബസ്സുകൾ തന്നെ, ആ CCTV ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുള്ള ദൃശ്യങ്ങളിൽ തന്നെ 2-3 സ്കൂൾ ബസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അപ്പോഴാണ് ഈ വാഹനം വന്ന് വീഴുന്നത്. ഭാഗ്യത്തിന് ഈ വാഹനം മറിയുമ്പോൾ മറ്റ് വാഹനങ്ങളിൽ ഇടിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ വലിയൊരു അപകടം ഒഴിവായിട്ടുണ്ട്. അപ്പോൾ പോലും ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന വളരെ ദുഃഖകരമായ കാര്യവുമുണ്ട്. മറ്റൊന്ന് ആശ്വസിക്കാനുള്ളത്, അതിൽ പരിക്ക് പറ്റിയ കുട്ടികളുടെ നില കുഴപ്പമില്ല എന്നുള്ള വിവരം വരുന്നതാണ്. പരിക്ക് ഗുരുതരമല്ല എന്ന ആശുപത്രിയിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നു. എന്തായാലും 2 ആശുപത്രികളിലായിട്ടാണ് പരിക്കേറ്റ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അത് തളിപ്പറമ്പിലെ സഹകരണ ആശുപത്രിയാണ് ഒന്ന്, മറ്റൊന്ന് അവിടെ തന്നെയുള്ള മറ്റൊരു ഹോസ്പിറ്റലാണ്. എന്തായാലും ഈ 2 ഹോസ്പിറ്റലുകളിലും പ്രവേശിപ്പിച്ച വിദ്യാർത്ഥികളുടെ നില ഗുരുതരമല്ല, അവരുടെ പരിക്ക് സാരമുള്ളതല്ല എന്ന ഒരു ആശ്വാസകരമായ വാർത്ത വരുന്നു. അതേസമയം ഒരു കുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. ആദ്യം ഈ ആശുപത്രിയിൽ നിന്ന് പിന്നീട് പരിയാരത്തേക്ക് കൊണ്ടുപോയി ഗുരുതരമായി പരിക്കേറ്റ കുട്ടി, അവിടെ വെച്ചാണ് ആ കുട്ടിയുടെ മരണം സ്ഥിരീകരിക്കുന്നത്. 5ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ചിരിക്കുന്നത്. എന്തായാലും 4:30 കൂടിയാണ് ഈ അപകടം സംഭവിക്കുന്നത്. 2 കാരണങ്ങൾ പറഞ്ഞു കേൾക്കുന്നു. ഒന്ന്, നമുക്ക് CCTV ദൃശ്യങ്ങൾ കാണാം, വളരെ വേഗത്തിൽ വന്ന ബസ് നിയന്ത്രണം വിട്ട് മറിയുന്നതായിട്ടാണ് നമുക്ക് ദൃശ്യങ്ങളിൽ മനസ്സിലാകുന്നത്. ബ്രേക്ക് നഷ്ടപ്പെട്ടാണ് ഈ വാഹനം എത്തുന്നത് എന്ന തരത്തിൽ പറയുന്നു. എന്തായാലും അതൊക്കെ കൃത്യമായി എന്താണ് ഇതിൻ്റെ കാരണം എന്നുള്ളത് കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമേ അറിയാൻ കഴിയൂ. 5ാം ക്ലാസ് വിദ്യാർത്ഥിനി നേദ്യയാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ പെരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. 15 വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. കൂനം ചിന്മയ വിദ്യാലയത്തിൻ്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. വളക്കൈ പാലത്തിന് സമീപമാണ് ഈ അപകടം നടന്നിരിക്കുന്നത്. നമുക്ക് ആ റോഡിൻ്റെ സ്ഥിതി കാണാം. അല്പം പൊക്കത്തിലാണ് ബൈ റോഡ്. അവിടെ നിന്ന് വന്ന് മെയിൻ റോഡിലേക്ക് കയറേണ്ടുന്ന ബസ്സാണ്, പക്ഷേ അത് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. പരിക്കേറ്റ വിദ്യാർത്ഥികളെ തളിപ്പറമ്പിലെ സഹകരണ ആശുപത്രിയിലും താലൂക്ക് ആശുപത്രിയിലുമായിട്ടാണ് പ്രവേശിപ്പിച്ചത്. അവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ള വിവരവും വരുന്നുണ്ട്. ഇപ്പോൾ ശ്രീനി ആലങ്കോട് വീണ്ടും നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീനി സംഭവ സ്ഥലത്ത് തന്നെയാണുള്ളത്. ഇപ്പോൾ MLA നമ്മളോട് പറഞ്ഞത് അദ്ദേഹം അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. ഈ വിവരം അറിഞ്ഞ് കൂടുതൽ പേർ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടോ? സമഗ്രമായ അന്വേഷണം ഉണ്ടാകും ഈ വിഷയത്തിൽ എന്ന് MLA സൂചിപ്പിക്കുന്നുണ്ട്. എന്താണ് നമുക്ക് കൂടുതലായി ലഭിക്കുന്ന വിവരങ്ങൾ അവിടെ നിന്ന്? ഇപ്പോൾ നമ്മുടെ MLAയുടെ വാക്കുകൾ തന്നെ നമ്മൾ കേട്ട് കാണും. ഇതിന് സമഗ്രമായ ഒരു അന്വേഷണം നടത്തുന്നുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. ബ്രേക്ക് പോയതായിരിക്കാം കാരണമെന്ന് ഒരു വിഭാഗം പറയുന്നുണ്ട്. എന്തായാലും അമിത വേഗതയിൽ തന്നെയാണ് ആ ബസ് വന്നിട്ടുള്ളതെന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അപ്പോൾ രേണുക നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു തിരക്കേറിയ റോഡാണ്, ഇതൊരു സംസ്ഥാന പാതയാണ്. മിനിറ്റുകൾ കൂടി ഒരുപാട് വാഹനങ്ങൾ ഓരോ സെക്കൻഡിലും കടന്നു പോകുന്ന ഒരു സംസ്ഥാന പാത, ആ പാതയിലേക്കാണ് ഈ ബസ് മറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് മറ്റു വാഹനങ്ങൾ അതുവഴി ആ സമയത്ത് വരാതിരുന്നത് തന്നെ വലിയ ഭാഗ്യം തന്നെയാണ് എന്നാണ് കണക്കുകൂട്ടേണ്ടത്. എന്തായാലും ഇപ്പോൾ MLA ആശുപത്രിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ആണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്. എവിടെ ഈ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ അവിടെ നാട്ടുകാർ തടിച്ചുകൂടിയിട്ടുണ്ട്. ആ റോഡിലൊക്കെ ആളുകൾ ഇപ്പോൾ തടിച്ചുകൂടിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. അതുപോലെ തന്നെ ഈ ഓയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ ആ റോഡിൽ കെട്ടിക്കിടക്കുന്നതുകൊണ്ട് തന്നെ വാഹനങ്ങളെ ഒരു സൈഡ് വഴിയാണ് ഇപ്പോൾ കടത്തിവിടുന്നത്. എന്തായാലും ഒരു വലിയ അപകടമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഞാൻ രേഖകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന്റെ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ പറയുന്നത് ഒട്ടും ശരിയല്ല എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ചില ബസ്സുകൾക്ക് ഫിറ്റ്നസ് ഇല്ല എന്നുള്ള കാര്യവും ചില കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ ഫിറ്റ്നസ് ഇല്ലാത്ത വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിശോധന നടത്തുമെന്ന് ഞാനിപ്പോൾ കുറച്ച് മുമ്പ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതരുമായി സംസാരിച്ചിരുന്നു. അവർക്ക് കൃത്യമായ മറുപടി അവർ തരുന്നില്ല. എങ്കിൽ പോലും അവർ പറയുന്നു അത്തരത്തിലുള്ള ബസ്സുകൾ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായും വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള പരിശോധനകൾ ശക്തമാക്കുമെന്ന് തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പും അറിയിച്ചിട്ടുള്ളത്. രേണുക, തീർച്ചയായും എന്തായാലും ഓരോ അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും പരിശോധന സംബന്ധിച്ചുമൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയും. അമിതവേഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് തന്നെ കാണാം. റോഡുകളിൽ കുട്ടികളുമായി വരുന്ന സ്കൂൾ ബസ്സുകൾ പോലും അമിത വേഗത്തിൽ ഓടുന്നത് ഈ
ഈ അമിത വേഗത്തിലുള്ള ഓട്ടപ്പാച്ചിലിനിടയിൽ അപകടങ്ങൾ സംഭവിക്കുന്നതുമൊക്കെ വാർത്ത തുടർക്കഥ തന്നെയാണ് എന്ന് നമുക്ക് പറയാം. എന്തായാലും മറ്റൊരു സംഭവം ഇപ്പോൾ കണ്ണൂരിലെ തളിപ്പറമ്പിലാണ് ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ചു വരികയാണ്. ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ വാഹനത്തിൻ്റെ കാലപ്പഴക്കം, അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ തുടങ്ങിയ പരിശോധനകൾ കൂടി വേണ്ടിവരും. എന്തായാലും എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ പരിശോധിക്കും. സമഗ്ര അന്വേഷണം ആവശ്യപ്പെടുമെന്ന കാര്യം, അല്ലെങ്കിൽ ഉണ്ടാകണം എന്ന കാര്യം MLA തന്നെ സൂചിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും 4:30 കൂടിയാണ് ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. CCTV ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് വേഗത്തിലെത്തുന്ന ബസ്. ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രജില കുമാരി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. താങ്കൾ ഈ അപകടം നടന്ന സ്ഥലത്തുണ്ടോ? എന്താണ് കൂടുതലായി മനസ്സിലാകുന്നത്? 2 ആശുപത്രികളിലായിട്ടാണ് പരിക്കേറ്റ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അവരുടെ ചികിത്സ, ആരോഗ്യനിലയൊക്കെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? ഇവിടെ ഹലോ, കേൾക്കാം. 18 കുട്ടികളായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നത്. വാഹനം വരുന്ന വഴിയില് കുന്നിറക്കത്തില് മലക്കം മറിഞ്ഞ് വാഹനം മറിഞ്ഞതിന്റെ ഭാഗമായിട്ട് ഒരു കുട്ടി അവിടെ നിന്ന് ജീവൻ നഷ്ടപ്പെട്ടു. മറ്റു കുട്ടികൾക്ക്, ഒരു കുട്ടിക്ക് ചെറിയൊരു മുറിവുണ്ട്. മറ്റു കുട്ടികൾക്കൊന്നും ഗുരുതരമായ പരിക്കുകളൊന്നുമില്ല. കുട്ടികൾക്ക് ഈ ഒരു അപകടത്തിന്റെ ഷോക്ക്, ഒരു ഞെട്ടല് കുട്ടികളെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പൊ 2 ഹോസ്പിറ്റലായിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ കുട്ടികളെല്ലാം ഇപ്പൊ ഡിസ്ചാർജ് ചെയ്തു. മറ്റ് കോർപ്പറേറ്റീവ് ഹോസ്പിറ്റലിലുള്ള 5 കുട്ടികളാണ് ഇപ്പൊ അവിടെ ഉള്ളത്. അവർക്കും മറ്റു ഗുരുതരമായ പരിക്കുകളൊന്നുമില്ല. ഒരു കുട്ടിയെ ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്നും പരിയാരം ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോ ആ കുട്ടിയുടെ നില ഗുരുതരമാണോ? ഹലോ, കേൾക്കുന്നില്ല. ഈ ഒരു കുട്ടിയെ പരിയാരത്തേക്ക് മാറ്റിയെന്ന് പറയുന്ന കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമാണോ? പ്രശ്നമില്ല, ഗുരുതരമൊന്നുമല്ല. ചെറിയ മുറിവുണ്ട്. ഒരു സ്കാനിങ് ഒക്കെ ചെയ്യേണ്ടത് കൊണ്ടാണ് അങ്ങോട്ട് മാറ്റിയിട്ടുള്ളത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ CCTVയിൽ കാണാം. ഈ ബസ് മലക്കം മറിഞ്ഞാണ് വീഴുന്നത്. അപ്പോൾ വിദഗ്ധ പരിശോധനകൾ എന്തെങ്കിലും കുട്ടികൾക്ക് ആവശ്യമുണ്ടോ? ഹലോ, ഈ ബസ് മലക്കം മറിഞ്ഞ് വീഴുന്ന കാണാം നമുക്ക് ദൃശ്യങ്ങളിലെ. അപ്പോൾ ഈ പരിക്കോടെയൊക്കെ പ്രവേശിപ്പിച്ചിരിക്കുന്ന കുട്ടികളിൽ വിദഗ്ധ ചികിത്സ ആവശ്യമുള്ളവരുണ്ടോ ഇനി? മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഈ മലക്കം മറിഞ്ഞൊക്കെ ആ ഒരു ഇത് കുട്ടികൾക്ക് വലിയൊരു ഞെട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതെ, ആ CCTVയിൽ കുട്ടികൾ ഉച്ചത്തിൽ കരയുന്ന ശബ്ദം നമുക്ക് കേൾക്കാം. നമുക്കത് വലിയ സങ്കടം, ദുഃഖം വരും. ആ ശബ്ദം വാഹനം വീഴുന്ന ശബ്ദവും അതിന് പിന്നാലെ കുട്ടികളുടെ നിലവിളിയും കേൾക്കുമ്പോൾ. പറഞ്ഞോളൂ. കേൾക്കുന്നില്ല എനിക്ക്. ഇപ്പോൾ കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. പറഞ്ഞോളൂ. ഹലോ, എനിക്ക് കേൾക്കാം, വ്യക്തമായി കേൾക്കാം താങ്കൾ പറയുന്നത്. പറഞ്ഞോളൂ. അതെ, കുട്ടികളെ ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്നും കുറെ കുട്ടികളെ ഡിസ്ചാർജ് ചെയ്തു. അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ 5 കുട്ടികളാണ് ഇപ്പൊ ഉള്ളത്. അവർക്കും സിവിയർ ആയിട്ടുള്ള ഇഞ്ചുറി ഒന്നും ഇല്ല. പ്രശ്നങ്ങളോ മറ്റ് ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അല്പം ആശ്വാസകരമാണ്. ഒരു കുട്ടിയുടെ ജീവനാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇത് ഈ സ്കൂളിന്റെ തന്നെ ബസ്സാണോ അതോ പ്രൈവറ്റ് വാഹനമാണോ? അതെ, സ്കൂളിന്റെ തന്നെ ബസ്സാണ്. എന്തെങ്കിലും സാങ്കേതിക പ്രശ്നം ഉണ്ടായിരുന്നോ ബസ്സിന്? അവിടെ വാഹനം വരുമ്പോ പെട്ടെന്ന് സൈഡ് കൊടുക്കുമ്പോ അങ്ങനെ ആണ് പറയപ്പെടുന്നത്. അതിൽ കൃത്യമായിട്ട് നമുക്ക് അറിയില്ല. വേഗതയിലായിരുന്നു ഇല്ലേ ബസ്? ബ്രേക്ക് പോയതാണെന്നാണ് പറയുന്നത്. അമിത വേഗതയിലായിരുന്നോ ബസ്? ദൃക്സാക്ഷികളോടെങ്ങാനും സംസാരിക്കാൻ പറ്റിയിരുന്നോ? ദൃക്സാക്ഷികൾ അവിടെയുള്ള ആളുകളൊന്നും അത്തരത്തിലുള്ള ഒരു വിവരം നൽകിയിട്ടില്ല. അതൊന്നും നമ്മൾ അറിയുന്നില്ല. ഈ മരണപ്പെട്ട കുട്ടി അങ്ങനെ നേരിട്ട് അറിയുന്നോ, അങ്ങനെ എന്തെങ്കിലും ആണോ? ഇപ്പോ ഒരു കുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ടല്ലോ, ആ കുട്ടിയെയോ കുടുംബത്തെയോ നേരിട്ട് അറിയുന്നതാണോ? കുറച്ച് കുട്ടികളെയൊക്കെ അറിയുന്നതാണ്. ഞാൻ വിളിക്കാം. ശരി. ഓക്കെ. എന്തായാലും കണ്ണൂരിലെ തളിപ്പറമ്പിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. 4:30 കൂടിയാണ് അപകടം.
ഒരു കുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. മറ്റു കുട്ടികളുടെ പരിക്ക് ഗുരുതരമല്ല എന്ന വിവരമാണ് ശ്രീനി ആലങ്കോട് നൽകുന്നത്. മറ്റു വാർത്തകളിലേക്ക്. പാറശാല പൊഴിയൂരിൽ നിയന്ത്രണം തെറ്റിയ കാർ കുളത്തിൽ വീണ ഒരാൾ മരിച്ചു. ആയിര സ്വദേശി പ്രദീപാണ് മരിച്ചത്. 4 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ ആയിര സ്വദേശികളായ സഞ്ജു, സജീവ്, സജു, ചിക്കു എന്നിവരെ നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് രക്ഷപ്പെടുത്തി. അരുൺ മോഹൻ വിവരങ്ങളുമായുണ്ട്. അരുൺ, എന്തൊക്കെയാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ? നിയന്ത്രണം തെറ്റിയാണ് കാർ കുളത്തിൽ വീണതെന്ന് മനസ്സിലാക്കുന്നു. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണോ? രേണുക, മറ്റൊരു ദുഃഖവാർത്ത തന്നെയാണ് നമുക്കിപ്പോൾ പങ്കുവെക്കാനുള്ളത്. ഈ പറഞ്ഞതുപോലെ പാറശാല പൊഴിയൂരിൽ നിന്നാണ് നമുക്ക് ഒരു ദുഃഖവാർത്ത പങ്കുവെക്കാനുള്ളത്. പാറശാല പൊഴിയൂർ ആയിര കുളത്തിലേക്ക് 5 അംഗ സംഘം സഞ്ചരിച്ച കാറ് നിയന്ത്രണം തെറ്റി കുളത്തിൽ വീഴുകയായിരുന്നു. നാട്ടുകാരുടെ രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും അതിലുണ്ടായിരുന്ന ആയിര സ്വദേശിയായ പ്രദീപ് എന്ന 40-കാരൻ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഇദ്ദേഹത്തെ നാട്ടുകാർ പാറശാല ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇവരുടെ ഉണ്ടായിരുന്ന 4 പേർ ഇപ്പോൾ അവർ ചികിത്സയിലാണ്. അതിൽ സജീവിന്റെ പരിക്ക് അല്പം ഗുരുതരമായ പരിക്കെന്ന് ആശുപത്രി വൃത്തം പറയുന്നു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കുളത്തിന് ചുറ്റും സുരക്ഷാ വേലികളില്ല. ഇത് ചൊല്ലി നാട്ടുകാർ നിരവധി തവണ നിവേദനങ്ങളും പരാതികളും നൽകിയിരുന്നു. വളരെ തിരക്കേറിയ ഒരു കുളമാണ് ഈ പറയുന്ന ആയിരക്കുളം. ഇതിലെ അപകടങ്ങൾ പതിവാണ്. ഒരു 6 മാസം മുമ്പും ഒരു ഇരുചക്ര വാഹന യാത്രികൻ ഇതിൽ വീണ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇത് എന്തായാലും ഒരു ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. രേണുക, അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂരിൽ ട്രെയിൻ തട്ടി വിദ്യാർത്ഥി മരിച്ചു. മുഴപ്പിലങ്ങാട് സ്വദേശി അഹമ്മദ് നിസാമുദ്ദീനാണ് മരിച്ചത്. തലശ്ശേരി BEMP ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഇന്നലെ രാത്രി 7 മണിക്കാണ് അപകടം. റെയിൽവേ ക്രോസ് കടന്ന് വീട്ടിലേക്ക് വരുമ്പോഴായിരുന്നു അപകടമുണ്ടായത്. ഖബറടക്കം എടക്കാട് മണപ്പുറം ജുമാ മസ്ജിദ് ഖബറിടത്തിൽ നടന്നു. ഇടുക്കി കുട്ടിക്കാനത്തിന് സമീപം കാർ കൊക്കയിലേക്ക് മറിഞ്ഞ ഒരാൾ മരിച്ചു. കാഞ്ഞിരപ്പള്ളി ആനക്കല്ല് സ്വദേശി ഫൈസലാണ് മരിച്ചത്. പുതുവത്സരാഘോഷത്തിനെത്തിയപ്പോഴാണ് അപകടമുണ്ടായത്. ഇടുക്കിയിൽ കൊക്കയിൽ വീണ് യുവാവ് മരിച്ചു. കരിങ്കുന്നം സ്വദേശി എബിനാണ് മരിച്ചത്. വാഗമൺ പുത്തോട്ട് വ്യൂ പോയിന്റിലാണ് അപകടം. സുഹൃത്തുക്കൾക്കൊപ്പം ന്യൂ ഇയർ ആഘോഷത്തിനിടെ പടക്കം പൊട്ടിക്കുമ്പോഴാണ് അപകടമുണ്ടായത്. തിരുവനന്തപുരം നെടുമങ്ങാട് ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. അരുവിക്കര സ്വദേശി ഷാലു അജയാണ് മരിച്ചത്. വഴയില 6ാം കല്ലിലാണ് അപകടം. ഒപ്പമുണ്ടായിരുന്നയാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇന്നലെ രാത്രി 11:30യോടെയാണ് അപകടമുണ്ടായത്. കാസർഗോഡ് എരുമക്കുളത്ത് നിയന്ത്രണം വിട്ട കാർ മതിലിടിച്ച് യുവാവ് മരിച്ചു. പാണാംകോട് കോടോത്ത് സ്വദേശി ബി ഷെഫീഖാണ് മരിച്ചത്. ഇന്നലെ രാത്രിയാണ് അപകടമുണ്ടായത്. കൊല്ലം ആയൂരിന് സമീപം വനിതാ SI ഓടിച്ച കാർ അപകടത്തിൽപ്പെട്ടു. കൊട്ടാരക്കര വനിതാ സെൽ SI പ്രിയയുടെ കാറാണ് നിർത്തിയിട്ടിരുന്ന ലോറിയിൽ ഇടിച്ചത്. പുലർച്ചെ 2 മണിയോടെയാണ് അപകടമുണ്ടായത്. ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു അപകടം. ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പരിക്കേറ്റ SIയെ തിരുവനന്തപുരത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരിടവേള കൂടി.